easier question നോക്കാം. നോക്കിക്കേ, an electron is accelerated from rest through a potential difference of 100 volt. Its de Broglie wavelength is approximately. സോ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ റെസ്റ്റിൽ നിന്ന് 100 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു ആക്സിലറേറ്റ് ചെയ്താൽ അതിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും, മീൻസ് എത്ര ആയിരിക്കും എന്നുള്ളതാണ് പിടിക്കേണ്ടത്. സോ നമ്മളിവിടെ നമ്മുടെ ഇക്വേഷൻസ് നമുക്കറിയാം. ഏതാണ്? ലാംഡ ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് 2 MEV. ഇവിടെ എച്ച് എന്ന് വെക്കുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതേപോലെ എം എന്ന് വെക്കുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ, പിന്നെ ഇ എന്ന് വെക്കുന്നത് എന്താണ്? ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, വി എന്ന് വെക്കുന്നത് ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. സോ നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് അല്ലെ, 100 വോൾട്ട് എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കറിയാം ചേട്ടാ, നമ്മള് ഇത്രയും കോൺസ്റ്റൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസ് മാത്രം ഈ വി ഒഴിച്ച് ബാക്കി കോൺസ്റ്റൻസ് മാത്രം നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 12.27 ബൈ റൂട്ട് വി എന്നുള്ളത്. സോ നമ്മളപ്പോ അത് കാണാതെ നമ്മൾ പഠിച്ചു വെക്കുക, ഈ സംഭവം കാണാതെ പഠിക്കുക, 12.27 എന്നുള്ളത് കാണാതെ പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നേക്കുന്ന വാല്യൂ റൂട്ട് വിക്ക് അകത്തിട്ട് കൊടുത്താൽ മതി. റൂട്ട് 100 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ആണ്. റൂട്ട് 100 ഈക്വൽ ടു 10 എന്നുള്ളതാണ്. അപ്പൊ 12.27 ഡിവൈഡഡ് ബൈ 10 എന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ 1.227 എന്ന് വരുന്നു. അപ്പൊ നമുക്ക് ഈ ആംസ്ട്രോങ്ങിന്റെ വാല്യൂ എന്താണെന്നറിയാം. ആംസ്ട്രോങ്ങിന്റെ വാല്യൂ എന്താണ്? 10⁻⁻10 ആണ്. സോ നോക്കിക്കേടാ, നമ്മൾ ആൻസർ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്താണ്? 1.23 എന്നുള്ളതാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്. സോ 1.23 ആംസ്ട്രോങ്.